ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. തന്നിരിക്കുന്ന ത്രികോണത്തിന്റെ പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കണം. ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ത്രികോണം എ ബി സി എന്ന് പറയുന്ന ത്രികോണമാണ്. അതില് എ ബി ബേസ് നമുക്ക് തന്നിട്ടുണ്ട്, പാദത്തിന്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ. അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു വശം എ സി നമുക്ക് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഈ രണ്ട് സൈഡുകൾക്ക് ഇടയിലുള്ള ഒരു ആംഗിൾ, അതായത് ആംഗിൾ എ 50 ഡിഗ്രി 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്താ പറയുന്നത്, ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക, ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക, ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ കണക്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. എന്താണ് കാണേണ്ടത്? ഏരിയ ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ ചിത്രത്തിന്റെ താഴെയായിട്ട് നമ്മൾ എഴുതുന്നു ഏരിയ കാണണം, അല്ലെങ്കിൽ എന്താ പറയാ, പരപ്പളവ് നമുക്ക് കാണണം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ബി എച്ച് ആണ്. അപ്പോ ഏരിയ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് കാണുക എന്നർത്ഥം. അപ്പൊ നമുക്ക് അതിൽ എന്തൊക്കെ വേണം? ബി എന്താണെന്ന് അറിയണം, എച്ച് എന്താണെന്ന് അറിയണം. നമ്മൾ നോക്കണു എന്താണ് ബി. ബി എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? എ ബിയുടെ നീളമാണ്. അപ്പോ ബി അതായത് എ ബി ഈക്വൽ ടു 6 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കുന്നതില് ബി ബേസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഹൈറ്റ് വേണം, ഇതിന്റെ ഉയരം നമുക്ക് വേണം. എച്ച് നോക്കിയപ്പോ നമുക്ക് തന്നിട്ടില്ല. എങ്ങനെ ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ഉയരം കൂടിയ ഭാഗത്ത് നിന്ന് താഴേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, ലംബ ദൂരത്തെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ സിയിൽ നിന്ന് എ ബിയിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വര വരച്ചു, ലംബ വര വരച്ചു. അത് ഡിയിലാണ് കൂട്ടിമുട്ടിയത് എന്ന് കരുതുക. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ? സി ഡി ആണ്. ആ സി ഡി നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ വേണ്ടത്? നമുക്ക് സി ഡി കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം. സി ഡി കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. എങ്ങനെ നമുക്ക് സി ഡി കണ്ടുപിടിക്കാൻ പറ്റുക? സി ഡി കണ്ടുപിടിക്കണമെങ്കിൽ സി ഡി ഉൾപ്പെടുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ പരിഗണിക്കണം. സി ഡി ഉൾപ്പെടുന്ന റൈറ്റ് ട്രയാങ്കിൾ. ഇവിടെ നിന്ന് നമ്മൾ എന്ത് വരച്ചു എന്ന് പറഞ്ഞ്? പെർപെൻഡിക്കുലർ വരച്ചു എന്നാണ് പറഞ്ഞത്. പെർപെൻഡിക്കുലർ വരച്ചാൽ ഇവിടുത്തെ അളവ് എത്രയാ? 90 ഡിഗ്രിയാണ്. അപ്പൊ സി ഡി കണ്ടുപിടിക്കണമെങ്കിൽ എന്താ വേണ്ടേ? സി ഡി ഉൾപ്പെടുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ പരിഗണിക്കണം. ഇവിടെ സി ഡി ഉൾപ്പെടുന്ന റൈറ്റ് ട്രയാങ്കിൾ ഏതാ? എ ഡി സി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ പരിഗണിക്കണം. വേണമെങ്കിൽ ആ എ ഡി സിയെ നമുക്ക് മുറിച്ച് ഇപ്പുറത്തോട്ട് വർക്കിംഗ് കോളത്തിലേക്ക് നമുക്ക് ആ എ ഡി സിയെ മുറിച്ച് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ഇത് എ ആണ്, ഇത് ഡി ആണ്, ഇത് സി ആണ്. ഇത് എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയാണ്. ഇത് എത്ര ഡിഗ്രിയാ? ഇത് 50 ഡിഗ്രിയാണ്. ഇത് എത്രയാ? 4 സെന്റിമീറ്റർ ആണ്. നമുക്ക് എന്താ ഇവിടെ കാണേണ്ടത്? സി ഡിയുടെ നീളമാണ് കാണേണ്ടത്. അപ്പോ സി ഡി നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ് അല്ലെങ്കിൽ രണ്ട് സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ ട്രയാങ്കിളിലെ, ആ റൈറ്റ് ട്രയാങ്കിളിലെ ഒരു ആംഗിൾ നമുക്ക് കിട്ടണം. അതോടൊപ്പം തന്നെ ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് നമുക്ക് കിട്ടിയാൽ ആ ട്രയാങ്കിളിന്റെ ഏത് മറ്റുള്ള എല്ലാ സൈഡും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ സൈഡുകൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ നമുക്ക് വേണ്ടത്? ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ നമുക്ക് കിട്ടണം, അതോടൊപ്പം തന്നെ ഒരു സൈഡ് നമുക്ക് കിട്ടണം. ഈ രണ്ട് കാര്യങ്ങളും അറിയാമെങ്കിൽ മറ്റേത് വശവും എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിൽ സി ഡിയുടെ നീളം കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കാം, എ ഡിയുടെ നീളം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് വേണം? ഒരു ആംഗിൾ വേണം, ഒരു സൈഡ് വേണം. ഇത് രണ്ടും ഇതിനകത്തുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണു? സി ഡി കണ്ടുപിടിക്കാൻ പോകുന്നു. നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കുന്നതിൽ നമ്മുടെ കയ്യിൽ കിട്ടാത്തത് എന്താണ്? സി ഡി ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോണു? സി ഡി നമ്മൾ കണ്ടുപിടിക്കാൻ പോണു. എങ്ങനെയാ സി ഡി കണ്ടുപിടിക്കുക? നമ്മൾ എന്ത് ചെയ്യാൻ പോണു? ഈ റൈറ്റ് ട്രയാങ്കിള് വശങ്ങൾക്ക് പേര് കൊടുക്കാൻ പോവാ. ഇത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെ നമ്മൾ വിളിക്കുക ഹൈപ്പോട്ന്യൂസ് എന്നാ വിളിക്കുക. മലയാളത്തിൽ നമ്മൾ അതിനെ കർണം എന്ന് നമ്മളതിനെ വിളിക്കും. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ കർണം. അത് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ പരിഗണിക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ട വശം എന്താണോ അതിനെ പരിഗണിക്കണം. അപ്പോൾ നമ്മൾ ഏതാ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതിന് ഹൈപ്പോട്ന്യൂസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പരിഗണിക്കാൻ പോകുന്നത് തന്നിട്ടുള്ള കോണിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു വശങ്ങൾക്ക് പേര് കൊടുക്കുക. തന്നിട്ടുള്ള ആംഗിൾ ഏതാ? 50 ഡിഗ്രിയുള്ള ആംഗിൾ എ ആണ്.
അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണിത്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഓപ്പോസിറ്റ് സൈഡ്, അല്ലെങ്കിൽ എന്താ പറയാ, എതിർവശം എന്ന് വിളിക്കുന്നു. ഇവിടെ നമ്മൾ ഈ രണ്ട് വശങ്ങളെ മാത്രമാണ് പരിഗണിക്കുന്നത്. എന്തുകൊണ്ട് ഈ രണ്ട് വശങ്ങളെ പരിഗണിക്കാൻ കാരണം? തന്നിട്ടുള്ളതും കണ്ടുപിടിക്കേണ്ടതുമായ വശങ്ങളാണ് നമ്മളിവിടെ പരിഗണിക്കേണ്ടത്. തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്യൂസ് തന്നിരിക്കുന്നു, കണ്ടുപിടിക്കണം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഹൈപ്പോട്യൂസും ഓപ്പോസിറ്റ് സൈഡും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. നമുക്കറിയാം സൈൻ എന്താണെന്ന് നമുക്കറിയാം. എന്താ സൈൻ എന്ന് പറഞ്ഞാൽ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്യൂസ് ആണ്. എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണമാണ്. ഇവിടെ എതിർവശവും കർണമാണ് വന്നിരിക്കുന്നത്, ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്യൂസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവര് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത് സൈൻ ആണ്. അപ്പൊ നമ്മള് സൈൻ വെച്ചുകൊണ്ട് വേണം ഈ കണക്കിലേക്ക് നമ്മൾ പോകാനായിട്ട്. അപ്പൊ അത് എങ്ങനെയാ നമ്മളിത് എഴുതുക? ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ ഡി സി എന്ന് പറഞ്ഞാൽ മട്ടത്രികോണം എ ഡി സി, മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ എ ഡി സിയിൽ നമ്മൾ എന്താ പരിഗണിക്കുന്നത്? ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്യൂസും തമ്മിലുള്ള ഒരു റിലേഷനാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത്, ആ ഹൈപ്പോട്യൂസ് പറഞ്ഞാൽ തന്നിട്ടുള്ളത്. ഈ രണ്ട് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ അവിടെ പരിഗണിക്കുന്നത്. അപ്പോ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്യൂസ്, അതായത് എതിർവശം ഡിവൈഡഡ് ബൈ കർണം. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്യൂസ് പറഞ്ഞാൽ എതിർവശം ബൈ കർണം എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ ആണ്. ഈ സൈൻ എത്ര ഡിഗ്രിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് 50 ഡിഗ്രിയാണ്. ഇനി ഓപ്പോസിറ്റ് സൈഡിന്റെ പേര് എന്തെന്നാ? ഓപ്പോസിറ്റ് സൈഡിന്റെ പേര് സി ഡി എന്നാണ്. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്യൂസിന്റെ പേര് എന്തെന്നാ? എ സി എന്നാണ്. സി ഡി ബൈ എ സി ഈക്വൽ ടു സൈൻ 50 ഡിഗ്രി. ഇതിൽ സി ഡിയുടെ അളവ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടോ നോക്കി? സി ഡിയുടെ അളവ് തന്നിട്ടില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സി ഡിനെ സി ഡി എന്ന് തന്നെ നമ്മൾ എഴുതി. എ സിയുടെ അളവ് എത്രയാ? എ സിയുടെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ട് 4 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? സൈൻ 50ന്റെ വിലയാണ്. സൈൻ 50ന്റെ വില നമുക്ക് തന്നിട്ടുണ്ടാവും, അത് നമുക്ക് തരും. സാധാരണ 0.7660 ഇതാണ് സൈൻ 50ന്റെ വില. നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ആരെ കണ്ടുപിടിക്കണം? സി ഡി കണ്ടുപിടിക്കണം. സി ഡി കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് എവിടേക്ക് പോകാനായിട്ട്? ഏരിയയിലേക്ക് പോകാനായിട്ട്. അപ്പൊ നമ്മൾ സി ഡി കണ്ടുപിടിക്കുന്നു. എങ്ങനെയാ സി ഡി കണ്ടുപിടിക്കുക? ഈ താഴെയുള്ള 4 ഇങ്ങോട്ട് കിടക്കും. അപ്പൊ 766 അവസാനം പോയിന്റിന് ശേഷം അവസാനം 0 വന്നാൽ അത് എഴുതണമെന്നില്ല. അപ്പൊ ഇത് 0.766 താഴെ നിന്നുള്ള 4 ഇപ്പുറത്തേക്ക് കിടക്കുമ്പോ എന്തായി? അത് ഇൻറ്റു 4 ആയി. അങ്ങനെ വരുമ്പോ സി ഡിയുടെ നീളം നമുക്ക് എന്താ കിട്ടുക? ഇത് തമ്മിൽ ഗുണിക്കുക. 766നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 കൊണ്ട് ഗുണിക്കുന്നു. 6 4 24 4 ബാക്കി 2, 6 4 24 2 26 6 ബാക്കി 2, 7 × 4 28 2 എത്രയാ? 30. ഇനി നിങ്ങൾക്കറിയാം പോയിന്റിന് ശേഷം എത്ര സ്ഥാനമുണ്ട്? നമ്മളിവിടെ പോയിന്റ് ഇല്ല എന്ന് കരുതിയിട്ടാണ് ഗുണിച്ചത്. പോയിന്റിന് ശേഷം 3 സ്ഥാനമുണ്ട്. 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റിയിട്ട് കുത്തുക. അങ്ങനെ വരുമ്പോ ഇതെന്താ വരിക? 3.064 എന്നായി. നമുക്ക് പോയിന്റിന് ശേഷം എത്ര സ്ഥാനം എഴുതിയാൽ മതി? 2 സ്ഥാനം എഴുതിയാൽ മതി. അങ്ങനെ വരുമ്പോ ഇത് 3.06 എന്ന് എഴുതിയാൽ മതി. ഇപ്പൊ നമുക്ക് സി ഡിയുടെ നീളം നമുക്ക് കിട്ടിയിരിക്കുന്നു 3.06 സെന്റിമീറ്റർ. ഇപ്പൊ നമ്മൾ കണ്ടെത്തിയത് സി ഡിയുടെ ലെങ്ത് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. സി ഡിയുടെ ലെങ്ത് ഇപ്പൊ നമുക്കറിയാം. സി ഡിയുടെ ലെങ്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഇവിടേക്ക് എടുത്തെഴുതുന്നു. ഇത് നമ്മൾ ചിന്തിച്ചതാണ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്തൊക്കെ തന്നിട്ടുണ്ട് എന്നുള്ള ചിന്തയാണ് ഇവിടെ എഴുതിയത്. ഇപ്പുറത്തേക്ക് അത് ശരിക്കും എടുത്തെഴുതാം. സി ഡി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് പോണു? ഏരിയ കണ്ടുപിടിക്കുന്നു. അതായത് പരപ്പളവ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്താ? ഹാഫ് BH. അത് നമ്മൾ വീണ്ടും എടുത്തെഴുതി. ഇനി ആരാണ് ബി എന്ന് പറഞ്ഞാൽ? ആരാ ബി എന്ന് പറഞ്ഞാൽ? അത് എ ബിയുടെ നീളമാണ്. അത് നമുക്കറിയാം 6 സെന്റിമീറ്റർ ആണ്. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? എച്ച് വേണം. എച്ച് എന്ന് പറഞ്ഞാൽ ആരാ? സി ഡിയുടെ ലെങ്ത് ആണ്. ആ സി ഡിയുടെ ലെങ്ത് ഇപ്പൊ തന്നെ നമ്മൾ കണ്ടുവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. 3.06 സെന്റിമീറ്റർ. ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബിയുടെ വില എത്രയാ? 6 ഇൻറ്റു എച്ചിന്റെ വില എത്രയാ? 3.06. നമുക്കിത് നേരെ വർക്കിംഗ് കൂടത്തിൽ കൊണ്ടുപോയിട്ട് ക്യാൻസലേഷൻ നടത്താം. 1/2 ഇൻറ്റു 6 ഇൻറ്റു 3.06. ഈ 2 6 3 പ്രാവശ്യം. ഇനി ഇത് തമ്മിൽ ഗുണിച്ചാൽ മതി. 306നെ 3 കൊണ്ട് ഗുണിക്കുക. 6 × 3 18 ബാക്കി 1. ഇവിടെ 0 വരുമ്പോൾ ഇത് 1.
9 വന്നു. നമുക്കറിയാം പോയിന്റിന് ശേഷം 2 സ്ഥാനം ഉണ്ട്. അപ്പൊ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റിയിട്ട് കുത്തിടുക. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഏരിയ നമുക്ക് എത്രയും കിട്ടുന്നത്, ഞാനിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തെഴുതാം. ഏരിയ അതായത് 9.18 സെന്റിമീറ്റർ സ്ക്വയർ. ഇപ്പൊ നമ്മൾ കണ്ടെത്തിയത് എന്താ? ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ.